ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പരോളിൽ ഇറങ്ങിയ മോഹൻ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പോറ്റിയെ വിളിക്കുകയാ. നീ ചിക്കനും പൊറോട്ടയും എന്നൊക്കെ പറഞ്ഞ് എന്നെ ചതിക്കല്ലേ മോഹനാന്ന് പോറ്റി പറയേ. എന്ത് ചതിയാടോ, ഞാനിപ്പോ പരോളിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ നാട്ടിൽ അടുപ്പമുള്ളവരെയൊക്കെ ഒന്ന് കാണണം, അത്രയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സേവനം. എനിക്ക് എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ വാ. സ്നേഹം കൊണ്ടാടോ കാർന്നവരെ വിളിക്കുന്നതെന്ന് മോഹൻ പറയേ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചോണ്ട് എന്നാ ഞാൻ വരാം മോഹന. വീട്ടിൽ എന്തെങ്കിലും പൊളിവ് പറഞ്ഞിറങ്ങണമെന്ന് പോറ്റിയും. ഇടങ്കോലിലാണോ നുണയ്ക്ക് പഞ്ഞം. താൻ എന്നെ വിളിക്കുന്ന മോഹൻ പറയുമ്പോഴേക്കും സന്തോഷത്തോടെ വിളിക്കാം മോഹന വിളിക്കാമെന്ന് പോറ്റിയും. മോഹനും കോൾ കട്ട് ചെയ്ത് ഇടങ്കോല് തന്നെയൊക്കെ എനിക്ക് അറിഞ്ഞൂടടോ എന്ന് പറയുന്നുണ്ട്. എന്തോ പറഞ്ഞിറങ്ങും എന്ന ആലോചനയോടെ ഒരു നിമിഷം ഇരുന്ന് പോറ്റിയും റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ മണിയും അണ്ണൻ എങ്ങോട്ടായി ഡ്രസ്സൊക്കെ മാറിയിട്ടെന്ന് ചോദിക്കുക. ദേവി ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴുതു വരാമെന്ന് പോറ്റി പറയുന്നത് ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്ന നടേശനും സന്തോഷം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിപ്പോഴും ഇറങ്ങണോ അണ്ണ എന്ന് മണി ചോദിക്കേ. പതുക്കെ അങ്ങോട്ട് നടക്കാം, അപ്പോ സന്ധ്യയാവുമ്പോ അവിടെ എത്തും എന്ന് പോറ്റി പറയുന്നത് കേൾക്കെ സന്തോഷം അതെ പച്ച കള്ളം എന്ന് വിളിച്ചു പറയുകയാ. അത് കേൾക്കെ പോറ്റിയും ഇവൻ ഇപ്പോഴും എന്റെ അടുത്തുള്ള ദേഷ്യം മാറിയിട്ടില്ല. എന്റെ പ്രാർത്ഥന കൊണ്ട് കൂടിയ സന്തോഷേ നിന്റെ ഓരോ അല്ലലും മാറി വരുന്നേ എന്ന് പോറ്റി പറയേ. കേൾക്കാൻ കൊള്ളാം അമ്മേ, ഈ പോറ്റിയെ നമ്പരുതെന്ന് സന്തോഷം. അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞൂട്ടാ, നിനക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ അണ്ണ അമ്പലത്തിൽ പോകുന്നേ എന്ന അമ്മ പറയേ. എനിക്ക് വേണ്ടിയേ ഇവിടെ ആരും പ്രാർത്ഥിച്ച് നേരം കളയണ്ട, സ്വയം അങ്ങോട്ട് നന്നാവാൻ പ്രാർത്ഥിച്ചാ മതിയെന്ന് സന്തോഷം. ഞാൻ ഇത് കേൾക്കണമെന്ന് പോറ്റി സങ്കടത്തോടെ പറയേ. അതൊന്നും കാര്യാക്കണ്ട, അണ്ണൻ പോയിട്ട് വായെന്ന് പറഞ്ഞ് മണി പോറ്റിയെ പറഞ്ഞു വിടുകയാ. അങ്ങനെ പോറ്റി മോഹൻ അടുത്തെത്തുമ്പോഴേക്കും മോഹനും എത്ര നേരമായി എന്നറിയോ ഇവിടെ നിൽക്കുന്നേ എന്ന് പറയേ. നമസ്കാരം, ദീപാരാധന തൊഴാനെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ആണ്ടവാ പൊറുക്കണേന്ന് പോറ്റി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാ. ആ ബെസ്റ്റ്, താൻ നല്ല ഒന്നാന്തര ഉടായിപ്പാണെന്ന് തന്റെ ആണ്ടവനറിയാം, അതുകൊണ്ടേ കുഴപ്പമൊന്നുമില്ല. വാ എന്ന് വിളിച്ച് പോറ്റിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാ. പിന്നീട് അവർ ഡൈനിങ് ടേബിളിൽ ഒന്നിച്ചിരുന്ന് പൊറോട്ടയുടെയും ചിക്കന്റെയും പൊതി അഴിക്കുകയാ. പോറ്റി അത് കാണാൻ സന്തോഷത്തോടെ അതിന്റെ മണം മൂക്കിലേക്ക് വലിച്ചു കയറ്റി ഒരു ചിക്കൻ പീസ് എടുത്ത് ചിക്കൻ എത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞ് കൊതിയോടെ കഴിക്കുകയാ. മോഹൻ ഒരു പൊറോട്ട എടുത്തു കൊടുത്ത് ഈ പൊറോട്ടയും കൂട്ടി അങ്ങ് അടിക്ക് എന്ന് പറയുമ്പോഴേക്കും പോറ്റിയും പൊറോട്ട വാങ്ങി ആക്രാന്തത്തോടെ കഴിക്കാൻ തുടങ്ങുകയാ. എന്തൊരു ആക്രാന്തമെന്ന് മോഹൻ പറയുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോ മണി മണം പിടിച്ച് കണ്ടുപിടിക്കുമോ എന്തോ എന്ന് പോറ്റി ടെൻഷനോടെ പറയുന്നത് കേൾക്കെ. മണിയോ അതാരാ, പൂച്ചയോ എന്ന് മോഹനും. പൂച്ചയല്ല പെങ്ങളാന്ന് പോറ്റി പറയേ. അപ്പോ പേടിക്കണം, കൂടുതൽ അവരുടെ അടുത്ത് നിന്ന് വട്ടം കറങ്ങേണ്ടെന്ന് മോഹനും ഓർമ്മിപ്പിക്കുകയാ. പോറ്റി വീണ്ടും ചിക്കൻ പീസ് എടുത്ത് കഴിച്ചുകൊണ്ട് എത്ര നാളായി എന്നറിയോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എന്ന് പറയേ. അതീ തീറ്റ കണ്ടപ്പോ എനിക്ക് തോന്നി കഴിക്കെന്ന് മോഹനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് കടിച്ചു പറിച്ച് തിന്നണമെന്നൊക്കെ തോന്നുമ്പോൾ താൻ ഇറങ്ങ, ഞാൻ വാങ്ങിച്ചു തരാമെന്ന് മോഹൻ സ്നേഹത്തോടെ പറയേ. സന്തോഷത്തോടെ ഇറങ്ങാമെന്ന് പോറ്റിയും സമ്മതിക്കുക. ഡോ കാർന്നോരെ, താൻ അറിഞ്ഞ ഒരു കാര്യം, സരസ്വതി മറ്റേ വാദ്യാരില്ലേ കൃഷ്ണചന്ദ്രൻ എന്ന് മോഹൻ ചോദിക്കേ. ഏത് കൃഷ്ണചന്ദ്രൻ എന്ന് പോറ്റിയും. എടോ കൃഷ്ണചന്ദ്രൻ, അവളുടെ കാമുകൻ, അവനെ അവളുടെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചേക്കുവാ എന്ന് മോഹൻ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ. അങ്ങേരെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചോ? പിള്ളേരൊന്നും പറഞ്ഞില്ലേ എന്ന് പോറ്റിയും ചോദിക്കുക. പിള്ളേരെയൊക്കെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, ഇനി അവൾക്ക് എന്ത് തോന്നിവാസവും ആവാലോ, ഒരുമ്പെട്ടോള് എന്ന് പറഞ്ഞ് ചുമച്ചോണ്ടിരിക്കുക മോഹനും. അങ്ങനെ അവരുടെ ഫുഡെല്ലാം കഴിയുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ആ സമയത്താണ് കനി തന്റെ ബുള്ളറ്റിൽ റജിയെയും കൊണ്ട് അങ്ങോട്ടെത്തുന്നത്. മോഹൻ ഒരു വീഡിയോക്കെ പുകച്ച് പോറ്റിയോടായി. എടോ കാർന്നോരെ, നിങ്ങൾക്കറിയില്ല, അവളെ ആ സരസ്വതി ഇല്ലേ, അവൾക്ക് രണ്ട് മുഖമാ എന്ന് പറയുന്നത് അങ്ങോട്ടെത്തിയ റജിയും കനിയും ശ്രദ്ധിച്ചു നിൽപ്പാ. നാട്ടുകാരുടെ അടുത്തും സ്കൂളിലും ചിരിച്ച് സോപ്പിട്ട് നിൽക്കുന്ന മുഖം. എന്റെ അടുത്ത്, അതായത് ഭർത്താവായ എന്റെ അടുത്ത് തനി താടക എന്ന് മോഹൻ പറയുന്നത് കേൾക്കെ കനിയും റജിയും ദേഷ്യത്തോടെ പല്ലഞ്ഞിരിക്കുകയാ. ഇതൊക്കെ എനിക്ക് മാത്രമേ ഈ ലോകത്തറിയൂ. ഇതിപ്പോ ആര് കേട്ടാലും കാല് വയ്യാത്തൊരാളെ വീട്ടിൽ അഭയമായി താമസിപ്പിച്ചിരിക്കുന്നു. അയ്യോ എന്തൊരു കാരുണ്യം അല്ലേ. പക്ഷേ അവളുടെ ഉള്ളിലിരിപ്പ് അത് തനിക്കറിയില്ല, നാണവും മാനവും ഇല്ലാത്ത എന്ന് മോഹൻ പറയുമ്പോഴേക്കും എല്ലാം കേട്ടുനിന്ന റജിയും കനിയും ദേഷ്യത്തോടെ അങ്ങോട്ട് ചെന്ന് മോഹനെ പിടിച്ചിടിക്കാൻ തുടങ്ങുകയാ. അയ്യോ എന്നെയൊന്നും ചെയ്യലെന്ന് പറഞ്ഞ് പോറ്റിയും മാറി നിന്ന് നിലവിളിക്കുകയാ. അവർ രണ്ടുപേരും കൂടി മോഹനെ കുനിച്ചു നിർത്തി ഇടിച്ചൊരു പരുവമാക്കിക്കൊണ്ട് കനി മോഹന് നേരെ വിരൽ ചൂണ്ടിട്ടോ. മേലാൽ ചെറിയമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത്, ഇനി എങ്ങാനും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ ഇടി ഇങ്ങനെ ആയിരിക്കില്ല, മനസ്സിലായോടൊന്ന് ചോദിച്ച് വീണ്ടും തല്ലി ചതയ്ക്കുകയാ. റജിയും മോഹന്റെ കോളറിനിട്ട് പിടിച്ചോണ്ട് ദേ താനിപ്പോ പറഞ്ഞില്ലേ ഈ വൃത്തികെട്ട നുണക്കഥ, ഇനി അപ്പയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലേ നിന്റെ വൃത്തികെട്ട നാക്കി ഞാൻ ഇങ്ങ് പിഴുതെടുക്കും കേട്ടോടാ എന്ന് ചോദിച്ച് വീണ്ടും തല്ലി ചതച്ച് തള്ളി മാറ്റി ഇടുകയാ. മോഹനും അവരെ എതിർക്കാൻ കഴിയാതെ ചുമയോടുകൂടി കൈകൂപ്പി പ്ലീസ് എന്ന് പറയുകയാ. അജി വീണ്ടും മോഹനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേ ഇന്നത്തോടെ നിർത്തിക്കോണം തന്റെ ഈ മേനകെട്ട പരിപാടി എന്ന് പറയുമ്പോഴേക്കും കനി ദേഷ്യത്തോടെ ഇയാൾക്കൊന്നുകൂടി എന്ന് പറഞ്ഞ് ഇടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട കനി, ഇനി ഇടിച്ചാലേ ഇയാള് ചത്തുപോകും
എന്ന് വിളിച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ മാധവത്തിൽ ബെഡിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് വീണ. അപ്പോഴാണ് അവളന്ന് സന്തോഷ് അവൾക്ക് ഗിഫ്റ്റ് തന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നത്. ഇപ്പൊ പൊട്ടിക്കേണ്ട, സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് സന്തോഷ് തന്ന രണ്ടാമത്തെ ഗിഫ്റ്റിനെ കുറിച്ച് ഓർക്കെ അവൾ എഴുന്നേറ്റ് ചെന്ന് അലമാര തുറന്ന് ആ ഗിഫ്റ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയാ. അതിനകത്ത് ഒരു ഫയലായിരുന്നു. അതിൽ മാന്ത്രിക തൂവാല എന്ന പേരിലുള്ള സന്തോഷിന്റെ ഒരു ലേഖനമായിരുന്നു. ഫ്രണ്ട് പേജിൽ തന്നെ മാന്ത്രിക തൂവാല സന്തോഷ് ചിറയൂർ എന്ന് എഴുതി വെച്ചിരിക്കുക. അവൾ അതിന്റെ പേജുകൾ മറിച്ചു നോക്കുമ്പോഴേക്കും അതിനൊപ്പം സന്തോഷിന്റെ വിവരണവുമുണ്ട്. മാന്ത്രിക തൂവാല അത് ദുഃഖങ്ങളുടെ ഒപ്പുകടലാസാണ്. അത് കണ്ണീരിനൊപ്പം ദുഃഖവും ഒപ്പിയെടുക്കുന്നു. അന്നേരം ഉള്ളിൽ ആനന്ദമായി സ്നേഹം നിറയ്ക്കുന്നു. അങ്ങനെ മാന്ത്രിക തൂവാലയായി നമുക്ക് കൽപ്പന ചെയ്യാവുന്ന ഒരാൾ എല്ലാ ജീവിതങ്ങളിലും നിശ്ചയമായും ഉണ്ടാവും. നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാൾ. എന്റെ ജീവിതത്തിലെ മാന്ത്രിക തൂവാലയെ കുറിച്ചാണ് ഈ പുസ്തകം. എന്നിൽ അത്ഭുതമായി പ്രവർത്തിച്ചവൾ, എന്നിലെ ഭ്രാന്തിന്റെ അണുക്കളെ സ്നേഹത്താൽ ഉണക്കിയവൾ, വിഭ്രാന്തിയുടെ കാലത്ത് കൂട്ടായിരുന്നവൾ, ഭ്രാന്തിന്റെ മറുകരയിൽ നിന്ന് ജീവിതത്തിലേക്ക് പാലമായവൾ. അവളെ കുറിച്ചാണ് ഈ പുസ്തകം. അവൾക്കായാണ് ഈ പുസ്തകം. എന്റെ മാന്ത്രിക തൂവാലയ്ക്ക് സ്നേഹപൂർവ്വം എന്ന് സന്തോഷേട്ടൻ എഴുതിയതെല്ലാം വായിക്കേ വിനയം ടെൻഷനോടെ ആ പുസ്തകവും നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് കിടക്കുക. മോഹനെ തല്ലിച്ചതച്ച് കനിയും റജിയും കൂടി ശബ്ദമുണ്ടാക്കാതെ പിൻവാതിൽ വഴി അകത്തു കയറുമ്പോഴാണ് റജിയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത്. ഈ ഓഫാക്കെന്ന് കനി വിളിച്ചു പറയുന്നുണ്ടെങ്കിലും റജി എടുത്തു നോക്കി വക്കീലാണെന്ന് പറയുക. ഈ വക്കീൽ കൊച്ചി ഇതെങ്ങനെ അറിഞ്ഞെന്ന് കനി ചോദിക്കെ നമ്മൾ അങ്ങേരെ ഇടിക്കാൻ പോയപ്പോഴേ വക്കീല് മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ കാര്യം പറഞ്ഞു. കുറെ തവണ വിളിച്ചെങ്കിലും നമ്മുടെ തിരക്ക് കാരണം എടുക്കാൻ പറ്റിയില്ല എന്ന് റജി പറയെ. എടുക്കെന്നാ ഇനിയും വിളിച്ചോണ്ടിരിക്കുമെന്ന് കനി. ജി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ ചേട്ടാ എന്താ ഇതുവരെ ഫോൺ എടുക്കാത്ത എന്ന് സുജി ചോദിക്കെ. ഇപ്പോഴാ വീട്ടിലെത്തിയതെന്ന് റജിയും. പറഞ്ഞതുപോലെ അയാൾ എന്തെങ്കിലും ചെയ്തോന്ന് സുജി ചോദിക്കെ. പിന്നെ നല്ല ചാമ്പ് അയാൾ ഇനി അപ്പയെ വിളിക്കുമ്പോ കൈ വിറയണം. അപ്പച്ചനെ പണ്ട് തൊട്ട ചുരുക്ക് എന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഒക്കെ തീർത്തു എന്ന് റജി ആവേശത്തോടെ പറയേ. സുജിയും ദേഷ്യത്തോടെ ഒക്കെ തീരും. അയാളെ ഒന്നും ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ പല തവണ വിളിച്ചത്. ഫോൺ എടുക്കണ്ടേ? എന്ത് മണ്ടത്തരമാ ചേട്ടാ ഈ ചെയ്തത്? ഇത് ഏതെങ്കിലും വിധത്തിൽ കേസായാല് അപ്പോയിന്റ്മെന്റ് ഹോൾഡ് ചെയ്യാം, ക്യാൻസൽ പോലും ചെയ്യാം. ഇങ്ങനെ പഠിക്കൽ കൊണ്ടിട്ട് കുടം പൊട്ടിക്കല്ലേ ചേട്ടാ. വിഷമമുണ്ടെന്ന് ടെൻഷനോടെ സുജിയും. സോറി വക്കീലേ, ഞാൻ അത് ഓർത്തില്ല എന്ന് റജി പറയേ. ഒന്നും ഓർക്കണ്ടേട്ടാ, എല്ലാം നഷ്ടാവാൻ ഈ ഒരു കാര്യം മാത്രം മതിയെന്ന് വെപ്രാളത്തോടെ സുജി. സോറി വക്കീലെന്ന് റജി വീണ്ടും പറയേ. ഇനി എന്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ചേട്ടാ? ഈ സംഭവം നടന്ന സ്ഥലത്ത് വേറെ CCTV സർവൈലൻസ് വല്ലതും ഉണ്ടോ എന്നവൾ ചോദിക്കേ. അതിപ്പോ ആൾപ്പാർപ്പൊന്നും ഇല്ലാത്ത സ്ഥലമാ, അതിന് സാധ്യത കുറവാ എന്ന് റജിയും. അതൊന്നും ഉറപ്പിക്കണം. അയാൾ എന്തെങ്കിലും കേസിന് പോവുകയാണെങ്കിൽ സെൽഫ് ഡിഫൻസ് ആണെന്നേ പറയാവൂ. അയാൾ നമ്മളെ ആക്രമിച്ചു, നമ്മളപ്പോ പ്രതിരോധിച്ചു. ഇപ്പോ അയാൾ തന്നെ കേസ് കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുന്നു. അയാളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ നമുക്ക് സപ്പോർട്ടീവായി എടുക്കാവുന്നതേയുള്ളൂ. ഇക്കാര്യം നമ്മൾ പറഞ്ഞ് വേറെ ആരും ഇനി അറിയരുത് എന്ന് സുജി ഓർമ്മിപ്പിക്കേ. ഇല്ല, അറിയില്ലെന്ന് റജിയും. ശരി, കനിയോട് കൂടി പറഞ്ഞേക്ക്. ഇത് നിങ്ങൾ കരുതും പോലെ ഹീറോയിസം ഒന്നുമല്ല, ജീവിതം തകർക്കുന്ന പരിപാടിയാണ്. ശ്രദ്ധിക്കണം ചേട്ടാ എന്ന് പറയേ. ശ്രദ്ധിച്ചോളാമെന്ന് റജിയും. ശരിക്കും വൈകി, നിങ്ങൾ ഉറങ്ങാൻ നോക്ക്. ശരി എന്ന് പറഞ്ഞ് സുജിയും കോൾ വെക്കുകയാ. റജിയും കോൾ വെക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ കനിയും. ദേ, നമ്മളൊരു കാര്യം ആരും അറിയരുതെന്ന് വിചാരിച്ച അങ്ങനെ ആയിരിക്കണം, അല്ലാണ്ട് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുതെന്ന് പറയേ. നേരം മെസ്സേജ് കിട്ടിയപ്പോ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ പറ്റിയതാന്ന് റജി. കൊള്ളാം എന്ന് കനി പറയേ. ഇത് കേസായ എന്റെ ജോലിയെ തന്നെ ബാധിക്കുമെന്ന വക്കീല് പറയുന്നത് എന്ന് ടെൻഷനോടെ റജി പറയേ. അതൊന്നും പേടിക്കണ്ട, നമ്മൾ അയാളെ ഇടിച്ചു എന്ന് പറഞ്ഞ് അയാൾ കേസൊന്നും കൊടുക്കില്ല. പിന്നെ അയാൾക്ക് തലയുയർത്തി കില്ലാടിയായി നടക്കാൻ പറ്റൂ എന്ന് കനി. നമുക്ക് പ്രശ്നമുണ്ടാവും അറിഞ്ഞാൽ ചിലപ്പോൾ അയാൾ കേസുമായിട്ട് ഇറങ്ങിയാൽ എന്ന് റജി ചോദിക്കേ. ഏയ്, അതിന് സാധ്യത കുറവാ എന്ന് കനി. പിന്നെ അഥവാ അയാൾ പോയാലും സെൽഫ് ഡിഫൻസ് ആയിരുന്നു എന്ന് വക്കീല് പറയാൻ പറഞ്ഞു എന്ന് റജി പറയുമ്പോഴേക്കും പ്രളത്തോടെ ആരെങ്കിലും കാണുമോ എന്ന പേടിയോടെ പോ വേഗം പോയി കിടക്കാൻ നോക്കെന്ന് പറഞ്ഞ് റജിയെ പറഞ്ഞു വിടുകയൊക്കെ. പിന്നീട് രാവിലെ ആവുമ്പോഴും തളത്തിലെ ആട്ടുകട്ടിലിരുന്ന് സന്തോഷം നൽകിയ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക വീണ. ഒരു കപ്പ് ചായയുമായി അവളുടെ അരികിലേക്ക് വന്നിരുന്ന കനിയും. ഇന്നലെ ഞാൻ എത്തിയപ്പോ ലേറ്റ് ആയി. ഇന്നലെ നീ അങ്ങേരെ ഓഫീസിലൊക്കെ ആക്കി എപ്പോ വന്നടി എന്ന് ചോദിക്കേ. എന്തിനാ നീ എന്നെ പരിഹസിക്കുന്നത് കനി എന്ന് വീണയും ചോദിക്കുകയാ. പരിഹസിക്കേണ്ടത് കണ്ടാലേ ഞാൻ പരിഹസിക്കും. ഇന്ന് നിനക്ക് ഓഫീസിൽ കൊണ്ടാക്കണ്ടേ എന്ന് കനി വീണ്ടും ചോദിക്കേ. നീ കാര്യം അറിയാതെ ഒരാളെ കളിയാക്കല്ലേ കനി? ഗിഫ്റ്റുകളെ കുറിച്ച് നിനക്ക് എന്തറിയാമെന്ന് വീണ ചോദിക്കേ. ഞാൻ എന്തിനാ അതൊക്കെ അറിയുന്നേന്ന് കനിയും. ആദ്യം നീ ഇതൊന്ന് വായിച്ചു നോക്ക്. സന്തോഷ് ചിറയൂരിന്റെ മാന്ത്രിക തൂവാല എന്ന് പറഞ്ഞവൾ നീട്ടുമ്പോഴേക്കും നോക്കട്ടെ, ആൾക്ക് വാലൊക്കെ വെച്ചോ? ചിറയൂർ എന്ന് കനി പറയേ. നീ ഇതൊന്ന് വായിച്ചു നോക്ക്. നീ ഇതിന്റെ പേജൊക്കെ ഒന്ന് വായിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളാണ്. എന്തൊരു ഭാഷയാന്ന് വായിച്ച് മനസ്സിലാക്ക്. എന്നിട്ട് പരിഹസിക്കാൻ തോന്നുന്നെങ്കിൽ പരിഹസിക്കെന്ന് പറഞ്ഞ് അവളുടെ നേരെ നീട്ടുമ്പോഴേക്കും അത് വാങ്ങി നോക്കി അവളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്ത് നീയേ
ഇവിടെ പുസ്തകത്തിന്റെ റിവ്യൂ ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കെ അത് നിന്റെ കാര്യം. പക്ഷെ ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് കനി പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അങ്ങോട്ടെത്തുകയും അത് നേരാ കുഞ്ഞി, അതിങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല എന്ന അമ്മയും പറയുന്നത് കേൾക്കെ അവൾ ടെൻഷനോടെ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും എടി എന്താ നിനക്ക് പറയുന്നത് കേട്ടാ എന്ന് കനിയും. ഞാൻ എന്തു പറയാനാ എന്ന് ടെൻഷനോടെ വീണ ചോദിക്കെ അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? ജോണേട്ടന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറുകെ നിൽക്കാതെ ഒരു ക്ലാരിറ്റി വരുത്ത് എന്ന് കനി പറയെ ടെൻഷനോടെ അവരെയൊന്ന് നോക്കിക്കൊണ്ട് വീണ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാ. പിന്നീട് സിറ്റ് ഔട്ടിൽ ടെൻഷനോടെ ഇരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. അവൾ അന്ന് കനി ജോണിന്റെ വീട്ടിൽ ചെന്ന് വിവാഹം നടത്തിത്തരാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. ഇപ്പോഴും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇഷ്ടം എല്ലാവരും കൂടി നടത്തി തരണം എന്നവൾ പറയുന്നതോർക്കെ വീണ ടെൻഷനോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. കുറച്ചു മുമ്പേ കനി പറഞ്ഞ കാര്യവും അവൾ ഓർക്കുകയാ. ഇങ്ങനെ ജോണേട്ടന് കുറുകെ നിൽക്കാതെ ഒരു ക്ലാരിറ്റി വരുത്തുന്ന കനി പറഞ്ഞതോർക്കെ അവൾ തന്റെ മൊബൈലും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി ആരെയോ വിളിക്കാൻ തുടങ്ങുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ ജോണിനെ വിളിച്ച് തന്റെ തീരുമാനം അറിയിക്കുന്നതും തന്റെ സങ്കടങ്ങളെല്ലാം വീണ കൃഷ്ണചന്ദ്രൻ സാറോട് തുറന്നു പറയുന്നതും ജോൺ കനിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചെന്ന് ചെറിയമ്മ പറയുന്നത് കേൾക്കെ കനി സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.